ഹലോ എവരിവൺ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ റംലാൻ 7 ൻ്റെ ദിവസത്തെ വ്ളോഗാണ്. അപ്പോൾ മുമ്പ് അത്താഴം മുതൽ നോമ്പ് തുറ വരെയുള്ള 2 വ്ളോഗ്സായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ കണ്ടു നോക്കുക. ഇന്ന് നമ്മളൊരു ഉച്ചയ്ക്ക് ശേഷമുള്ള വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇന്ന് എനിക്ക് കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുക്കാനുള്ള ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് ഞാനും കാക്കുമ്പാട് ഒറ്റപ്പാലത്തേക്ക് വന്നിക്കാണ്. അപ്പോൾ എന്ന് വരാറുള്ള ഓർമ്മ പ്രിൻറ്റേഴ്സൊക്കെ തന്നെയാണ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഫോട്ടോസൊക്കെ പ്രിൻ്റ് എടുത്തു. പിന്നെ എനിക്ക് ഫോട്ടോ സ്റ്റാറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഐറോസിൻ്റെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ അതൊക്കെ എടുത്ത് പിന്നെ വീട്ടിലേക്ക് വന്നു. പിന്നെ എനിക്ക് ആൽബം ഉണ്ടാക്കാനുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ ഷൂട്ട് ചെയ്തില്ല. കാരണം ഷൂട്ട് ചെയ്യാനോണ്ട് ഇരുന്നാൽ എൻ്റെ ടൈം കുറേ വേസ്റ്റ് ആവും. അപ്പോൾ അതൊക്കെ ചെയ്യൽ കഴിഞ്ഞിട്ട് പിന്നെ ളുഹർ നിസ്കാരം കഴിഞ്ഞിട്ട് ഖുർആൻ ഓതാനായിട്ടിരുന്നു. അപ്പോൾ കിച്ചണിലേക്ക് വന്നപ്പോൾ ഉമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് ഫ്രൈ ചെയ്യാനായിട്ട് ചിക്കനെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ സ്നാക്ക് ആയിട്ട് ഉണ്ടാക്കുന്നത് പഴംപൊരിയാണ്. അപ്പോൾ ഉമ്മ പഴമൊക്കെ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അടിപൊളി ഒരു ചിക്കൻ ഫ്രൈ റെസിപ്പി പറഞ്ഞുതരാം. അതിനായിട്ട് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുരുമുളക്, പെരുംജീരകം ഇതൊക്കെ ഒന്ന് അരച്ച് വരണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് മസാല പൗഡേഴ്സ് ആഡ് ചെയ്യാം. അപ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമ്മൾ കോൺഫ്ലവറിൻ്റെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഒരു 2-3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ചിക്കൻ മസാല 2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു മുട്ടയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മുട്ട ഇതുപോലെ പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേണ്ടത് സുർക്കയാണ് കേട്ടോ, വിനാഗിരി. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ റെസിപ്പി എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനി നമ്മൾ അതിലേക്ക് കുറച്ചുകൂടി സുറുക്കിട്ടതിന് ശേഷം കളർ പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. അതിട്ടോ നമ്മുടെ ഭംഗി കൂടും, ഭംഗി ഉണ്ടാവും, ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അങ്ങനെ അടുത്തത് നമുക്ക് നമ്മൾ മസാലക്ക് നമ്മൾ അരക്കാൻ പോയില്ലേ, അതൊക്കെ അരച്ചത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചിക്കനും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിലേക്ക് പിടിക്കുന്നത് വരെ കേട്ടോ. അല്ലെങ്കിൽ ഒരു 15 മിനിറ്റായാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ര റെസ്റ്റ് ചെയ്ത് വെക്കുന്നിടത്തോളം നമുക്ക് ചിക്കൻ്റെ ഫ്രൈ ടേസ്റ്റ് അധികമാവും. പിന്നെ നമ്മൾ ഒരു പാൻ വെക്കുന്നു. പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ പെരുംജീരകമാണ് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അതിട്ട് കൊടുക്കുക. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടുക കേട്ടോ. എന്നിട്ട് ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക. ഇനി വേറെയും 2 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് വരുന്നത് കറിവേപ്പിലയാണ്. അതിങ്ങനെ ഊരിയിട്ട് ചിക്കൻ്റെ മുകളിൽ വിതറി കൊടുക്കുക. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഒരു പുറം ഇങ്ങനെ ആയി കിട്ടുമ്പോൾ നമ്മൾ മറിച്ചിട്ടിട്ട് അപ്പുറത്തെ പുറം കൂടി വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് കീറിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ ദോശമാവ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കുന്നുണ്ട്, തണുപ്പ് പോകാൻ കേട്ടോ. അപ്പോഴേക്കും ഇമ്മ പഴംപൊരിക്കുള്ള മാവൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് മൈദപ്പൊടി, പിന്നെ അതിലേക്ക് കുറച്ച് ഗോതമ്പൊടിയും അരിപ്പൊടിയും ഇടുക. പിന്നെ ആവശ്യത്തിന് അപ്പസോഡ, ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര, പിന്നെ യെല്ലോ കളർ ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് അത് ഈ ഒരു മിക്സിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുക്കണം. പിന്നെ വേണമെങ്കിൽ 2 ഏലക്കായും ആഡ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഓരോന്നും ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള ഒരു പഴംപൊരിയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്ന് സ്നാക്കായിട്ട് നമ്മൾ ഇത് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ ഞാൻ അവൽ വെള്ളം തയ്യാറാക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് അവലെടുത്തിട്ട് നന്നായിട്ട് കഴുകി വെക്കണം. ഉമ്മ അതാ ഒരു സൈഡിൽ ഉള്ളി കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ചിക്കൻ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ ചെറുപഴം നമ്മൾ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ നല്ല തണുത്ത വെള്ളമാണ് ഇതിലേക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ നോമ്പ് തുറക്കുമ്പോൾ കുടിക്കുമ്പോഴൊക്കെ ഭയങ്കര ഒരു ആശ്വാസമുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ പഞ്ചസാര ഇട്ടത് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ നല്ല മധുരം വേണമെങ്കിൽ നല്ല ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അങ്ങനെ അത് റെഡിയാക്കി ഫ്രിഡ്ജിലേക്ക് വെച്ചു. പിന്നെ ഞാൻ അസർ നിസ്കരിക്കാനായിട്ട് നിന്നു. ഐറുമ്മ ഹായ് പറഞ്ഞ, ഹായ് കൈ കൊണ്ട് ഇങ്ങനെ ആട്ടിക്ക. എങ്ങനെ ഫ്ലൈങ് കിസ് കൊടുക്കുക? എനിക്ക് നോമ്പുണ്ടോ ഐറുവാ? എനിക്ക് നോമ്പുണ്ടോ?
എന്തേടി അപ്പോൾ നമ്മൾ മാവ് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇനി ദോശ ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇത് ഭയങ്കര തിന്നായിട്ടുള്ള ദോശയായിരുന്നു കേട്ടോ. മാവ് എങ്ങനെ ഉണ്ടാക്കിയെന്നാവോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെ ഓരോ ദോശയായിട്ട് ഞാനിപ്പോൾ ചുട്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദോശ ഇതുപോലെ വീശി പരത്തി ചുട്ടെടുക്കാൻ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ ദോശയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് നമ്മൾ ഓറഞ്ച് ജ്യൂസ് കൂടി അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറി തൂമിച്ച് പാരാനോണിയും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതും വെച്ച് സെറ്റാക്കി. അങ്ങനെ നമ്മളെ ചിക്കൻ കറി ഇവിടെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്നത്തെയും പോലെ ടേബിൾ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഫസ്റ്റ് തന്നെ കാരക്ക വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചിക്കൻ കറീനെ വെച്ചു. പിന്നെ ഫ്രൂട്ട്സ് അയച്ചെന്ന് ഈനാമ്പഴം ഉള്ളതുകൊണ്ട് അത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ വെറുതെ കട്ടിച്ച കാര്യമില്ലല്ലോ, കഴിച്ചിട്ടില്ലാതെ വെറുതെ വേസ്റ്റ് ചെയ്തിട്ടല്ലോ ഫുഡ്. ഇത് കഴിച്ചാൽ തന്നെ അത്യാവശ്യത്തിന് വയറ് നിറയും. അപ്പോൾ അങ്ങനെ അത് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഴംപൊരി വെച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നല്ല ചുറുക്കുള്ള ചിക്കൻ ഫ്രൈനെ വെച്ചു. പിന്നെ എന്നാ നമ്മളെ അവിലും വെള്ളം അതിന് സൈഡിലാക്കി ഗ്ലാസ്സിലാക്കാനായിട്ട് തന്നില്ല കേട്ടോ. കാരണം അത് പിന്നെ കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആവശ്യത്തിന് അപ്പം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്താ നമ്മൾ ഓറഞ്ച് ജ്യൂസ് ഗ്ലാസ്സിലാക്കി സെറ്റ് ചെയ്യാണ്. ഓറഞ്ച് ജ്യൂസ് നമ്മൾ കുരു കളഞ്ഞിട്ട് അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ട് കുഴപ്പമുണ്ടാകുന്നില്ല കേട്ടോ. മറ്റേ നമ്മൾ പെട്ടെന്ന് കഴിക്കുമല്ലോ നമ്മൾ കുടിച്ചിട്ടില്ലെങ്കിൽ. അപ്പം അങ്ങനെ അത് സെറ്റ് ചെയ്ത് വെച്ചു. അങ്ങനെ ബാങ്ക് കൊടുത്തു, നോമ്പൊക്കെ തുറന്നു. പിന്നെ ഇതാ ഈനാമ്പഴമൊക്കെ കഴിച്ചു, ജ്യൂസ് കുടിച്ചു. പിന്നെ ഡെയിലി റുട്ടീനുള്ള പോലെ നിസ്കാരമൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ.